പ്രാർത്ഥനയുടെ 4 നിലകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന. ഇപ്പം നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കോമണായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു എന്നിങ്ങനെ പറയാറുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഓരോ നിലകളുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് പോകുമ്പോഴാണ് അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് കയറി പറ്റാൻ പറ്റുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് നിലയിൽ നാം ഏത് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന് പകൽക്കാലം. നമ്മൾ ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ന് പകൽക്കാലം ഇടയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് അത് സാധാരണ പ്രാർത്ഥന. സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാം ദൈവത്തോട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതാണ് പ്രാർത്ഥന എന്നാണ് നാം കോമണായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ അത് നോക്കിയാൽ ശരിയാണെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് അറിയിക്കുന്നതല്ല, ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ ആവശ്യങ്ങളും അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ എങ്ങനെ നമ്മൾ സംസാരിക്കുന്നുവോ അതുപോലെ ഫ്രീ ആയിട്ട്, അത് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ശൈലിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു രീതി. അപ്പോൾ ദൈവത്തോട് നമ്മൾ മാതാപിതാക്കൾ തമ്മിൽ മക്കളോട് സംസാരിച്ചില്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതുപോലെ ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ അവിടെ ഒരു അസമാധാനമുണ്ടാകും, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും, അവരുടെ റിലേഷൻഷിപ്പിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബന്ധം കൂടുന്നത്. ഇപ്പോൾ ആ സംസാരമില്ല എന്ന് പറയുമ്പോൾ അതിന് ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്? നമ്മുടെ കുടുംബത്തോട് നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. കുഞ്ഞുങ്ങളോട് ഗ്യാപ്പ് വെക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം സംസാരം കുറഞ്ഞാൽ അവർ വേറെ സംസാരിക്കാൻ പോകും. അത് വരാതിരിക്കാൻ നമ്മൾ വീട്ടിൽ കൂടുതൽ സംസാരിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുക. അപ്പം വീട്ടിലെപ്പോഴും സംസാരിക്കുക, ആശയവിനിമയം. അപ്പോൾ നമ്മൾ ബന്ധത്തെ സ്ഥിരപ്പെടുത്തുന്നത് ആശയവിനിമയമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തെ സ്ഥിരപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ദൃഢമാക്കുന്നത് എന്ന് പറയുന്നത് പ്രാർത്ഥന മുഖാന്തരമാണ് ഉണ്ടാകുന്നത്. നമുക്ക് വേറെ വഴിയില്ല ദൈവത്തോട് സംസാരിപ്പാൻ. അപ്പോൾ പ്രാർത്ഥന എന്നൊരു ഒരു മാധ്യമത്തിലൂടെ, മാധ്യമം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും പ്രാർത്ഥന എന്നൊരു വേയിലൂടെ മാത്രമേ ദൈവത്തോട് നമുക്ക് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ചിട്ട് ദൈവമേ സൂക്ഷിക്കണേ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും. രാത്രി അവസാനിച്ച് കിടക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? കർത്താവേ സൂക്ഷിച്ചതിനായി സ്തോത്രം, രാത്രിയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കിടക്കുന്നു. ഇത് നമ്മുടെ ഒരു ശൈലിയായി മാറിക്കഴിഞ്ഞു. സാധാരണ ഒരു പ്രാർത്ഥന, ഒരു ശൈലി. പകലെല്ലാം സൂക്ഷിച്ചതിനായി സ്തോത്രം, രാത്രി പിന്നെയും നമ്മൾ അത് തന്നെ ആവർത്തിക്കുക. ഇത് കോമണാ, ഇതാണ് സാധാരണ പ്രാർത്ഥന. പക്ഷെ പല നേരങ്ങളിലും നമുക്കും ദൈവമായിട്ടുള്ള ബന്ധം ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. കോമണായിട്ട് ദൈവമേ ഇന്ന് ഞാൻ പോവുകയാണ്, നല്ല ജ്ഞാനം തരണേ, പോകുന്ന വഴിയൊക്കെ സൂക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഈ ഒരു നിലയിൽ മാത്രം, ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. വചനം വായിക്കുന്നുണ്ട്, ആ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നു, അങ്ങ് പോകുകയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് അത് മാത്രമല്ല, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാം സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. നിങ്ങളുടെ അപേക്ഷ എന്തുണ്ടോ അത് സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വേദനയും ദുഃഖവും കണ്ണീരും പ്രയാസവും ഒക്കെ പോകുന്ന വഴിയിലൊക്കെ അങ്ങ് ദൈവത്തോട് അറിയിച്ചിട്ടങ്ങ് പോകും. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിപരമായ ഒരു പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി അനുദിനവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നില മാറണം. പ്രാർത്ഥനയ്ക്ക് പടി ഉയർന്നുകൊണ്ടിരിക്കണം, അത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന രണ്ടാമതായിട്ട് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 15, ഇപ്പോൾ ഒരു രോഗിക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം.
അപ്പോൾ അവിടെയുള്ള വിശ്വാസത്തോടു കൂടി ആ പ്രാർത്ഥന ദീനക്കാരനെ എന്തു ചെയ്യുമെന്ന് രക്ഷിക്കും, സൗഖ്യമാക്കും. അപ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് രക്ഷിക്കുന്ന പ്രാർത്ഥന. അത് ദീനക്കാരനെ മാത്രമല്ല, എല്ലാ മേഖലയിലും ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ രക്ഷ വേണമെങ്കിൽ ആമേൻ, അതിനെങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏലിയാവിലേക്ക് ഞാനൊന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. 1 Kings chapter 18 verse 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏലിയാവിൻ്റെ ഓരോ കാലഘട്ടത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 18:1 ഏലിയാവ് പറയുകയാണ്, ആദ്യമേ പോയി പറഞ്ഞു ആഹാബ് രാജാവിനോട്, ഞാൻ ഇനി പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് വന്ന മനുഷ്യനാണ്. ആമേൻ. ഏകദേശം 3.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ദൈവം 18-ാം അധ്യായത്തിൽ 17 അധ്യായവും 18-ാം അധ്യായം തമ്മിൽ 3.5 വർഷക്കാലത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ഒരധ്യായമേ ഉള്ളെങ്കിലും. അപ്പോൾ 17-ൽ പോയി പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടേ ഇനി മഴ പെയ്യത്തുള്ളൂ. 3.5 വർഷത്തിനു ശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു ആമേൻ ഏലിയാവിനോട്, ഏലിയാവേ, ഞാൻ ഭൂതലത്തിലൊക്കെയും മഴ പെയ്യിക്കാൻ പോകുന്നു. ആമേൻ. മഴ പെയ്യിക്കാൻ പോകുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യ്? ആഹാബിൻ്റെ അടുക്കൽ പോയി നിന്നെ തന്നെ നീ കാണിക്കുക, മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള വിഷയം നീ അറിയിക്കുക എന്ന് പറഞ്ഞ് ഏലിയാവിനെ പറഞ്ഞു വിടുകയാണ്. ഇവിടെ ഏലിയാവ് ഈ വിഷയം കണ്ടിട്ട് ഏലിയാവിൻ്റെ പ്രാർത്ഥന 100% ആമേൻ ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പിന്നെ ഈ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ ദൈവം എന്ത് ചെയ്തില്ല? മഴ ഏലിയാവിൻ്റെ വാക്കനുസരിച്ച് പെയ്യിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വിശ്വാസം വർദ്ധിച്ചു. വീണ്ടും മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അതിൽ ഒരു വ്യത്യാസം, ഒരു മനസ്സിലൊരു പതറലും ആമേൻ ഒരു ചിന്തയോ എന്താകുമെന്നൊരു ഭയവും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ല. താനങ്ങ് പോകുകയാ, നിന്നെ തന്നെ കാണിക്കെന്ന് പറഞ്ഞപ്പോഴേക്കും ഏലിയാവ് എന്ത് ചെയ്തു? എടുത്തു ചാടി അങ്ങ് പോകുകയാ. പ്രൈസ് ഗോഡ്. നാം ആയിരുന്നെങ്കിൽ അവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിന്നെ തന്നെ കാണിക്ക് എന്ന് പറയുമ്പോൾ നാം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ദൈവമേ, നീ പറഞ്ഞ ശരിയാണോ? നീ മഴ പെയ്യിക്കുമോ? ഞാൻ പോവുക, നീ മഴ പെയ്യിക്കുമോ? ഇതായിരിക്കും നമ്മുടെ പോയി കൊട്ടാരത്തിലെത്തും വരെ ഇതായിരിക്കും നമ്മുടെ ചിന്ത. പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുമെന്നറിയാമോ? യോ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നെൻ്റെ തലയെടുക്കും. ഇതായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷെ ഏലിയാവ് നമ്മിൽ നിന്ന് വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ഏലിയാവ് കൊട്ടാരത്തിലേക്ക് പോയി പറഞ്ഞിട്ട് എന്താണ് ഏലിയാവ് അവിടെ പറയുന്നത്? 100% വിശ്വസിച്ചിട്ട് ഇന്ന് മഴ പെയ്യും, അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഹാബിനോട് പറയുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. വിശ്വാസത്തോടുകൂടി, അതിന് ഒറ്റ പോയിന്റ് പോലും താഴോട്ട് വന്നിട്ടില്ല. ആ പോയിന്റ് നില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരു വാക്കു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പോലും ടെസ്റ്റ് ചെയ്യുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ദൈവം നമുക്കും തന്നിരിക്കുന്നത്. ഏലിയാവിൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ ചെയ്ത ദൈവമാ നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടു കൂടി ഏലിയാവ് പോയേ പറ്റൂ. ആ വാക്കിലങ്ങ് ഏലിയാവ് പോവുകയാണ്. പോയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കൊട്ടാരത്തിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാ, ഞാൻ ഇത് തെളിയിക്കാൻ പോകുകയാ. പ്രിയ ദൈവമക്കളെ, നമുക്കും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അത്യാവശ്യമാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ആമേൻ പുറത്തോട്ട് ഇറക്കി വിടും എന്നുള്ള കാര്യവും നാം മറന്നു പോകേണ്ട. അവിടെയും നമ്മുടെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയാണെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന മാത്രമേ ആമേൻ. യാക്കോബ് 5:16 പറയുന്നുണ്ട്, വിശ്വാസത്തോടു കൂടിയ ആമേൻ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഫലിക്കും. ആമേൻ. ആദ്യത്തെ നമ്മൾ പ്രാർത്ഥിച്ചു, ആമേൻ ആമേൻ രക്ഷിക്കും. രണ്ടാമത് കർത്താവ് പഠിപ്പിക്കുന്നു, ഫലിക്കും. ആമേൻ. ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ആഹാബിൻ്റെ അടുക്കൽ പറയുകയാണ്, ദേശം മുഴുവൻ അശുദ്ധമാക്കി കളഞ്ഞു. കാരണം 850 പ്രവാചകന്മാരെയാണ് ഇസബേൽ ആമേൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ നിന്ന്? സീദോനിൽ നിന്ന്, തൻ്റെ ദേശത്തിൽ നിന്ന്. അശേരായും ബാലിൻ്റെ പ്രവാചകന്മാരെയും ചേർത്ത് 850 പ്രവാചകന്മാരെ അവിടെ ഇറക്കി നിർത്തിയിട്ട് ആമേൻ ഈ ഏലിയാവ് പറയുക, നിങ്ങൾ യാഗം കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പഠിക്കുമ്പോഴേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുകൂടെ നാം ചിന്തിച്ച്
ചിന്തിച്ചു വേണം അമേൻ മുന്നോട്ട് വരുവാൻ. ഇവിടെ ഏലിയാവ് ഒറ്റയ്ക്കാണ്. അവിടെ ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 400 പേരുണ്ട്, ബാലിൻ്റെ 400 പേര്, മറ്റേ അസേര 450 പേര്. അങ്ങനെ വരുമ്പോൾ ഏലിയാവ് മാത്രം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. അതേസമയം 850 പ്രവാചകന്മാർ അവിടെ നിൽക്കുകയാണ്. അവരോട് പറയാം, നിങ്ങൾ യാഗപീഠം പണിയും. ഇവിടെയാണ് വിശ്വാസത്തെ പരിശോധിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. യാഗപീഠം പണിയുവാൻ അവർ യാഗപീഠം പണിതു. അമ്മ 2 കാളയെ കൊണ്ടുവരുവാൻ ഏലിയാവ് പറഞ്ഞു. 2 കാളയെ അവർ കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയ കാളയെ നിങ്ങൾ തെരഞ്ഞെടുത്തു കൊള്ളുവിൻ. അമേൻ. അവർ അതുപോലെ അവർക്കിഷ്ടമുള്ള കൊഴുത്ത ഒരു കാളയെ അവർ തന്നെ തെരഞ്ഞെടുത്തു. അതിനെ തുണ്ടം തുണ്ടമാക്കി ഈ യാഗപീഠത്തിൻ്റെ മുകളിൽ അടുക്കിയതിന് ശേഷം അവർ എന്തു ചെയ്യുന്നറിയാമോ? അമേൻ. രാവിലെ മുതൽ ഉച്ചവരെ, രാവിലെ സമയമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ, രാവിലെ മുതൽ ഉച്ചവരെ അവർ ബാലിൻ്റെയും അശേരായ പ്രവാചകന്മാർ അമേൻ ഈ യാഗപീഠത്തിൻ്റെ ചുറ്റും ഡാൻസ് കളിച്ചുകൊണ്ട് ബാലേ ഉത്തരമരളണമേ, ഉത്തരമരളണമേ, ഉത്തരമരളണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വട്ടം തുള്ളി അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. ആമേൻ. ഈ കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നപ്പോൾ അവർ തന്നെത്താൻ മുറിവേൽപ്പിക്കുന്നു അവരുടെ ശരീരത്തിൽ. അവിടെയൊക്കെ വചനം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. മുറിവേൽപ്പിക്കുന്നു. അവരാവുന്നതനുസരിച്ച് അവരുടെ യാഗപീഠത്തിൽ നിന്നുകൊണ്ട് അവർ നിലവിളിക്കുകയാണ്. അവരുടെ ദൈവം എന്തു ചെയ്തില്ല? ഉത്തരം അരുളിയില്ല. പക്ഷേ അമേൻ അവരുടെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഏലിയാവ് അടുത്തേക്ക് കടന്നു വന്ന് ചോദിച്ചു, അമേൻ എന്തു പറ്റി? നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ ദൈവം ഇവിടെ ഇല്ലയോ? ഉറങ്ങുകയായിരിക്കാം, കുളിക്കുകയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അമേൻ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം ഏലിയാവ് ക്രമപ്രകാരം അടുത്തേക്ക് വന്ന്, നിങ്ങളുടെ പരിപാടിയൊക്കെ അവസാനിച്ചല്ലോ, ഓക്കെ, ഇനിയും എൻ്റെ കാര്യം തുടങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? യാഗപീഠത്തെ ക്രമപ്പെടുത്തി. ഇതാണ് പ്രധാന വിഷയം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാലേ ആ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. ജീവിതത്തെ ക്രമപ്പെടുത്താതെ യാഗപീഠം അമേൻ ശരിയാക്കാതെ അത് അടുക്കി വെക്കേണ്ടതുപോലെ അമേൻ ഗോത്രസംഖ്യക്കൊത്തവണ്ണം അദ്ദേഹം ചെയ്തു എന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതമാകുന്ന അമേൻ ഈ യാഗപീഠത്തെ അമേൻ ക്രമമാക്കാതെ ശരിയാക്കാതെ വിശ്വാസത്തോടുകൂടി നാമും എത്ര നിലവിളിച്ചാലും ബാലിനോടും അശേരയോടും നിലവിളിക്കുന്നതിന് തുല്യമായി പോകും. നമ്മുടെ പ്രവൃത്തി ആമേൻ നിഷ്ഫലമായി പോകും. നമ്മുടെ പ്രയത്നം നിഷ്ഫലമായി പോകും. അവിടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഒന്നാമതായി ആമേൻ ജീവിതത്തെ ശരിയാക്കണം. ജീവിതത്തെ ശരിയാക്കണം. എന്ത് കറകളുണ്ടോ, എന്ത് മാലിന്യങ്ങളുണ്ടോ, എന്ത് പ്രശ്നങ്ങളുണ്ടോ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാക്കി, ദൈവമേ നീയാണ് എന്നോട് പറഞ്ഞത്, നീയാണ് എനിക്കൊരു വാക്കു നൽകിയിരിക്കുന്നത്, ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് തുടർന്ന് ചെയ്യുന്ന പ്രവർത്തികൾ മൂലമായിട്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ യാഗപീഠത്തിൽ നടക്കേണ്ടത് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വിളിക്കേണ്ട ആവശ്യം വരത്തില്ല. ദൈവത്തെ ഒറ്റ വിളിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് വിശ്വാസത്തോടു കൂടിയ ആമേൻ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആമേൻ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തോട് നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ട് വിളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ആമേൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഒത്തിരി ദൈവത്തെ വിളിക്കേണ്ടി വരും. പിന്നെ വിളിക്കേണ്ടി വരും. ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താ? ദൈവം ഓരോ കാര്യം പറയും, നീ ശരിയാക്ക്, നിന്നെ തന്നെ ശരിയാക്ക്, ക്രമപ്പെടുത്ത്, ജീവിതത്തെ ശുദ്ധീകരിക്ക്. അമ്മ അടുക്കേണ്ടതുപോലെ യാഗപീഠം അടുക്കി വയ്ക്കുക, അതിനെ ക്രമപ്രകാരം അടുക്കി വയ്ക്കുക. ഇതൊക്കെ അടുക്കി വയ്ക്കാത്തിടത്തോളം കാലം വിശ്വാസത്തോടു കൂടി എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഫലിക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം എന്താ പറയുന്നത്? യാഗപീഠത്തെ ശരിയാക്കി നീ വിശ്വാസത്തോട് കൂടെ പ്രാർത്ഥിച്ചാൽ ആമേൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമേ നീ ആരെന്ന് ഇവിടെ വെളിപ്പെടുത്തണമെന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, കാര്യം അങ്ങ് നടക്കും. ഒത്തിരി നിലവിളിക്കേണ്ട ആവശ്യം വരത്തില്ല. ജീവിതത്തെ ക്രമപ്പെടുത്തി വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ ആമേൻ ആ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് 5:16 യാക്കോബിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്തു? ഈ യാഗപീഠത്തെ അടുക്കി. അവിടെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ആമേൻ യാഗപീഠത്തെ പുതുക്കി പണിതു. ആദ്യം ചെയ്ത ആ യാഗപീഠമൊക്കെ അവർ ചെയ്തിരുന്ന യാഗപീഠമൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് ആ യാഗപീഠത്തെ 36 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പുതുക്കി പണിതിട്ട് അവർ ഒഴിച്ചു വെച്ചൊരു കാള
കാളയുണ്ടല്ലോ, അവർ 2 കാളയെ കൊടുത്തൽ ഒന്ന് അവർ തെരഞ്ഞെടുത്തതാണ്. എന്നാൽ മാറ്റി നിർത്തിയ ഒരു കാളയുണ്ട്. അതിനെ എന്ത് ചെയ്തു? തുണ്ടം തുണ്ടമാക്കി ഈ യാഗപീഠത്തിൻ്റെ മുകളിൽ വെച്ചു. ആമേൻ. മാത്രമല്ല അതിൻ്റെ ചുറ്റിലും ഒരു തോട് ഉണ്ടാക്കി. ആ യാഗപീഠത്തെ ക്രമപ്പെടുത്തിയിട്ട് ഒരു തോട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഏലിയാവ് ആമേൻ അവിടെ നിന്നവരോട് പറയുകയാണ്, നിങ്ങൾ 4 തൊട്ടിയിൽ വെള്ളം നിറയ്ക്കുക. 4 ബക്കറ്റ് വെള്ളം, നമുക്കങ്ങ് മനസ്സിലാക്കാം, അങ്ങനെ പറയാം. 4 ബക്കറ്റ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആമേൻ. ഈ നിറയ്ക്കാൻ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവർ തൊട്ടി വെള്ളം നിറച്ചിട്ട് ഈ യാഗപീഠത്തിൻ്റെ മുകളിൽ മുഴുവനും അങ്ങ് ഒഴിച്ചിട്ട് വീണ്ടും 4 ബക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 4 ബക്കറ്റ് വീണ്ടും കൊണ്ടുവന്ന് 4ാമത്തെ പ്രാവശ്യം അതിൻ്റെ മുകളിൽ ഒഴിച്ചു. ആമേൻ. 3ാമത്തെ പ്രാവശ്യം 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ചു. ഇപ്പോൾ യാഗപീഠത്തിൻ്റെ അവസ്ഥ എന്താ? നനഞ്ഞു, മുഴുവനും നനഞ്ഞു. മാത്രമല്ല ആ തോടുണ്ടല്ലോ, ആമേൻ, ആ തോടിനകത്തോട്ട് ഏലിയാവ് എന്തെന്ന് പറഞ്ഞറിയാമോ? അതിനകത്തും വെള്ളം നിറച്ചു. ഇപ്പൊ ഈ യാഗപീഠം മുഴുവൻ ഏതവസ്ഥയിലാ? മൊത്തത്തിൽ നനഞ്ഞു കുളിച്ച അവസ്ഥയിലാ. ഇവിടെ എങ്ങനെ തീ എരിയുന്നേ? എന്താ ദൈവം ഇങ്ങനെ ചെയ്തത്? ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ ചെയ്തിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്, അബ്രഹാമിൻ്റെയും 36-ാം വാക്യം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. കാരണം എന്താ? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് വന്നപ്പോൾ പ്രവർത്തിച്ച ദൈവം നീയാണ്. ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇസഹാക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് കടന്നു വന്നപ്പോൾ അവിടെയും തീ ഇറക്കി പ്രവർത്തിച്ച ദൈവമേ നീയാണ്. അവൻ യാക്കോബിൻ്റെ ജീവിതത്തിലും ഇസ്രായേലിൻ്റെ ജീവിതത്തിലും ദൈവമേ നീയാണ് ഉത്തരമരുളിയ ദൈവം. അങ്ങനെയെങ്കിൽ ആമേൻ നീ ആരാണെന്നും ആമേൻ ഞാൻ നിന്റെ ദാസനെന്നും കാണിക്കത്തക്കവണ്ണം ഈ നനഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിൽ മേൽ ദൈവമേ നീ നിന്റെ തീ ഇറക്കി ദഹിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇതാ ഏലിയാവിന്റെ പ്രാർത്ഥന. എന്തെങ്കിലും സാഹചര്യമുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇവിടെ തീ ഇറങ്ങാൻ? തീ ഇറങ്ങിയാൽ തന്നെ എങ്ങനെ കത്തും? നനഞ്ഞു വെള്ളത്തിൽ കിടക്കുക. ആമേൻ. ഒരിക്കലും ദൈവം എന്തിനാ ഈ കാര്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നറിയാം? ഏലിയാവിനോട് ദൈവം സംസാരിച്ചുകൊണ്ട് ഏലിയാവ് ചെയ്യുന്നേ. ആമേൻ. ആ വാക്കുകൾ കേട്ട ഏലിയാവ് വന്നത് ഏലിയാവിന്റെ വാക്കല്ല. കാരണം ഏലിയാവ് പറയുന്നുണ്ട്, ആമേൻ, ദൈവമേ ഈ കാര്യങ്ങളൊക്കെ, ഈ 36-ാമത്തെ വാക്യത്തിൽ, ഈ കാര്യങ്ങളൊക്കെയും ഞാൻ പ്രവർത്തിച്ചത് നിന്റെ ആലോചന അനുസരിച്ചാണ് എന്നുള്ളത് അവർക്ക് വെളിപ്പെട്ടു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം എന്തിനാ ഇങ്ങനെ അങ്ങ് നനപ്പിച്ച് ഈ യാഗപീഠത്തെ ഏലിയാവ് മുഖാന്തരം? ആമേൻ. ഇവരെന്ത് പറയരുത്? ഒരിക്കലും പറയരുത് ഇതിൻ്റെ അകത്ത് പെട്രോൾ വെച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ തീപ്പെട്ടിയോ കച്ചിയോ പേപ്പറോ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ആമേൻ ഈ കാര്യം ചെയ്തത്. മന്ത്രവും തന്ത്രവും ഉപയോഗിച്ച ഇവർ ഈ കാര്യം ചെയ്തതെന്ന് ഈ കണ്ടു നിൽക്കുന്നവർ ഒരിക്കലും പറയാതിരിക്കാൻ ദൈവം എന്തു ചെയ്തു? ആമേൻ അതിനെ അങ്ങ് നനച്ചു കളഞ്ഞു. ഉണങ്ങിയ വിറവും ഉണങ്ങിയ വൈക്കോലും ഉണങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തോ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഈ ഭൂമിയിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് ഇവരെ കൊണ്ട് കൊണ്ട് പറയിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം മൊത്തത്തെ അങ്ങ് കുളിപ്പിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇത് മനുഷ്യൻ ചെയ്തു, അവർ ചെയ്തു, ഇവർ ചെയ്തു എന്ന് പറയാതിരിപ്പാനാ ചില സാഹചര്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വിഷയത്തെ മുഴുവൻ അങ്ങ് നനച്ചു കളയുന്നത്. തീ ഇറങ്ങുമ്പോൾ എന്തു പറയണം? ഇത് ദൈവം തമ്പുരാനാ തീ ഇറക്കിയതെന്ന് പറയണം. ആമേൻ. മനുഷ്യനല്ല. അവർ തീപ്പെട്ടി കൊണ്ടുവന്ന് കത്തിച്ചു വെച്ചതാണെന്ന് ഒരിക്കലും മനുഷ്യൻ പറയാതിരിക്കാൻ വേണ്ടി, അവരുടെ വായടച്ചു കളയാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒന്ന് നനച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നനവൊട്ടും ആമേൻ തടസ്സവുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വെള്ളമൊഴിച്ചാലും തടസ്സമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് എന്തു ചെയ്താലും തടസ്സമില്ല. ഐസിലിട്ടാലും പ്രശ്നമില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പ്രശ്നമില്ല. ഏതു സാഹചര്യങ്ങളായിരുന്നാലും ദൈവത്തിന് ഒറ്റ വാക്കിൽ തീ ഇറക്കുവാൻ തമ്പുരാന് കഴിയും. നിങ്ങളുടെ വിഷയത്തിന്മേലും അങ്ങനെ പ്രാർത്ഥിക്കാൻ, അങ്ങനെ പ്രവർത്തിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. സാധ്യത ഒന്നുമില്ലെന്ന് പറയുന്ന ഇടത്തിൽ, ആമേൻ, ഒരു വിഷയവും നടക്കത്തില്ലെന്ന് പറയുന്ന ആര് കണ്ടാലും പറയും ഇത് തീ കത്താൻ ഒരു സാധ്യതയുമില്ല. അബ്രഹാമിനെയും സാറയെയും ആമേൻ നോക്കിയിട്ട് മനുഷ്യൻ എന്തു പറയും? നോ ചാൻസ്,
ഒരു സാധ്യതയുമില്ല. 99, അതുകൊണ്ട് അവർക്ക് പോലും അറിയാം ഇത് സാധ്യതയില്ലെന്ന്. പക്ഷെ തമ്പുരാൻ എല്ലാവരുടെയും വായടച്ചിട്ടത് ദൈവമാണ് ചെയ്തത് എന്ന് പറയാൻ എല്ലാവരുടെയും വായടയ്ക്കത്തക്ക വിധത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാ. വിശ്വാസം വർദ്ധിക്കട്ടെ. സാധ്യതകൾ എല്ലാം മാറിപ്പോയാലും ആമേൻ ഒരിക്കലും നടക്കത്തില്ലെന്നോ ലോകം വിധി എഴുതിയാലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, വിശ്വാസത്തോടെ തുടങ്ങിക്കോ, വിശ്വാസത്തോട് തുടങ്ങിക്കോ. നിങ്ങളുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. ഗ്ലോറി. പ്രൈസ് ലോർഡ്. നമ്മുടെ വിശ്വാസത്തെ പോലും പരിശോധിക്കുവാൻ ചിലപ്പോൾ വെള്ളം ഒഴിക്കുന്ന ദൈവം നമുക്കറിയാം. ദൈവം ചിലപ്പോൾ വെള്ളം ഒഴിച്ചു കളയും കേട്ടോ. ഹല്ലേലൂയ. ഒരു മനുഷ്യനും പറയരുത് ഇത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാ, നിങ്ങളാ ഇതിന്റെ കാരണമെന്ന് ഒരു മനുഷ്യനും പറയാതിരിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവൻ ഊതിക്കെടുത്തും. ചിലപ്പോൾ തീ അണയ്ക്കും, ചിലപ്പോൾ അതിന്റെ മേൽ വെള്ളം ഒഴിക്കും. സാധ്യതയെല്ലാം അവസാനിച്ചു എന്ന് ലോകം പറയണം. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഏലിയാവ് പ്രൈസ് ദി ലോർഡ് ആമേൻ വെള്ളം കോരി ഒഴിച്ചു. തോടിലും വെള്ളം നിറച്ചു, ആ തോട്ടിനകത്തും വെള്ളം നിറച്ചിട്ട് ആമേൻ നിയമപ്രകാരം ഒരു പ്രാർത്ഥന ചെയ്തു. അബ്രഹാമിന്റെയും ഇസഹാക്കിന് ഇതിനൊക്കെ ആധാരമുണ്ട്. കാരണം എന്താ? പഴയ നിയമ ഭക്തന്മാരെല്ലാം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അബ്രഹാമിന്റെ ജീവിതത്തിൽ ചെയ്ത ദൈവമേ, ഇസഹാക്കിന്റെ ജീവിതത്തിൽ ചെയ്ത ദൈവമേ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഈ 3 പേരെ നോക്കിയാൽ അവരെ ദൈവം സ്പെഷ്യലൈസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക ചില ജനങ്ങളുടെ മുമ്പിൽ. അത് കണ്ട് അതുപോലെ പ്രാർത്ഥിച്ചോ. ആമേൻ. മക്കളില്ലാത്തവന് മക്കളെ കൊടുത്തെങ്കിൽ നീ പ്രാർത്ഥിച്ചോ. അബ്രഹാമിന്റെ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇസഹാക്കിന്റെ ദൈവമേ, വെള്ളമില്ലാത്തയിടത്ത് വെള്ളം തുറന്നു കൊടുത്ത ഇസഹാക്കിന്റെ ദൈവമേ, പേരു മാറ്റിയ യാക്കോബിന്റെ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കും ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലും ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് പറഞ്ഞു ഇന്നാൾക്ക് ചെയ്ത അത്ഭുതം പോലെ എൻ്റെ ജീവിതത്തിലും നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ മാത്രമല്ല പ്രിയരെ, നമ്മുടെ സഭയിലും ചില അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞാൽ മതി, സ്വർഗം അതുപോലെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. മുന്നോട്ട് ഞാൻ കടന്നു പോകട്ടെ. പ്രൈസ് ഗോഡ്. ഇവിടെ വെള്ളം നിറച്ചിട്ട് അമ്മൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക. അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, അമ്മൻ ഞാൻ നിന്റെ ദാസനെന്ന്. ഈ പ്രാർത്ഥനയൊക്കെ നമ്മളൊന്ന് മനപ്പാഠം ചെയ്യണം കേട്ടോ. ബൈഹാർട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. അമ്മൻ ഞാൻ നിന്റെ ദാസൻ. അമ്മൻ ഏലിയാവിന് നല്ല ബോധമുണ്ട്, ഞാൻ നിന്റെ ദാസനാ, ഈ ഭൂമിയിലെ ദാസനല്ല, ഞാൻ ആഹാബിന്റെ ദാസനല്ല. അമ്മൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പുറമെയുള്ള യാതൊന്നിൻ്റെയും ദാസനല്ല ഞാൻ ആരുടെ അടിമയാണ്? എൻ്റെ ദൈവത്തിൻ്റെ അടിമയാണ്. അങ്ങനെയുള്ളവന് വേണ്ടി ചെയ്യാതിരിപ്പാൻ സ്വർഗത്തിന് കഴിയില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൻ ഒരു മകനെ സ്നേഹിച്ചാൽ അവൻ ഒരു കാര്യം ചോദിക്കുമ്പോഴുണ്ടല്ലോ, ആ മകനോടുള്ള സ്നേഹത്തിൻ നിമിത്തം അവന് ചെയ്തു കൊടുക്കും. ഓ ഹല്ലേലൂയ. എന്തു നിമിത്തം? സ്നേഹത്തിൻ നിമിത്തം, ആ മകനോടുള്ള ആത്മാർത്ഥതയിൻ നിമിത്തം സ്വർഗം ചെയ്യുന്നത് പോലെ എനിക്കും എൻ്റെ തമ്പുരാനുമുള്ള ആത്മാർത്ഥതയിൻ നിമിത്തം, സ്നേഹത്തിന്റെ ആഴത്തിൻ നിമിത്തം തമ്പുരാൻ ആ കാര്യം ചെയ്തു തരും. സാധ്യതയെല്ലാം ശൂന്യമെന്ന് പറയുമ്പോൾ, ആമേൻ, ഇനിയും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ, എല്ലാവരുടെയും വായ് അടയ്ക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തുടങ്ങും. ഒറ്റ വിളിയെ വിളിച്ചുള്ള അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ആമേൻ, ഞാൻ നിന്റെ ദാസനാണ്. നമുക്ക് ക്ലെയിം ചെയ്യാം കേട്ടോ. തമ്പുരാന്റെ ഉത്തരവാദിത്വം നാം ചെയ്യുന്നെങ്കിൽ ക്ലെയിം ചെയ്തോ. ആമേൻ. ആ ഒരു ക്ലെയിം ചെയ്തോ. ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ അങ്ങയുടെ ദാസിയാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ. ജീസസ്. ജുഡറബ ശൈദന ഹത്തുന റഗൽക്കന വൈഡന റബൽക്കരഗസിയ റീഖം ദേ റബൽക്കരബ, എനിക്കിത് ചെയ്തേ പറ്റൂ.
പ്രൈസ് ഗോഡ്. കണ്ട വഴിയിൽ നടന്നിട്ട്, നമുക്കിഷ്ടമുള്ള പാതയിൽ നടന്നിട്ട്, ഞാൻ എൻ്റെ അങ്ങയുടെ ദാസനാണെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഏക്കില്ല കേട്ടോ, അവിടെ ഒന്നും ഏക്കില്ല. അവിടെ ഏക്കണമെങ്കിൽ അപ്പൻ്റെ പ്രിയ സ്നേഹിതനായി, അപ്പൻ്റെ പ്രിയ പുത്രനായി, പുത്രിയായി അവനോട് ചേർന്ന് ജീവിക്കുന്നവൻ, അവൻ വിളിച്ചു പറയും, ഞാൻ അങ്ങയുടെ മകനല്ലേ, ഞാൻ അങ്ങയുടെ മകളല്ലേ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലവും നമുക്ക് ക്ലെയിം ചെയ്യാം, തമ്പുരാനെ എനിക്ക് ചെയ്യേണ്ടത് നീയാ, കാരണം ഞാൻ അങ്ങയുടെ മകനാ, മകളാ. ദൈവത്തോട് ഏലിയാവ് മുന്നിൽ നിൽക്കുന്നത് 880 പ്രവാചകന്മാർ മാത്രമല്ല, ആഹാബ് അവന്റെ പരിവാരങ്ങൾ ജനക്കൂട്ടം മുന്നിൽ നിൽക്കുകയാ, ഒറ്റയ്ക്കൊരു ദാസൻ നിൽക്കുകയാ. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുമായി, ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ആഴവുമായി ഒരുത്തൻ നിൽക്കുകയാ. ഒരുത്തൻ മാത്രം ശേഷിപ്പിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി കാണിക്കണം. ഇവിടെ നിന്ന് അപ്പനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ നിന്ന് അപ്പനോട് പറയുക, അപ്പാ ഞാൻ നിന്റെ ദാസനെന്ന് നീ വെളിപ്പെടുത്തണമേ. നാം പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ വിഷയം ദൈവം പ്രവർത്തിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി എന്ന് നീ വെളിപ്പെട്ടു വരട്ടെ. ഓ, എന്തൊരു വാക്കാ അതൊക്കെ, വെളിപ്പെട്ടു വരട്ടെ, വരട്ടെ. പ്രൈസ് ഗോഡ്, വരട്ടെ. ഇന്ന് നമുക്കൊന്ന് പറയാം, അത് വരട്ടെ. വരണമേ എന്നല്ല, ഹല്ലേലൂയ, ആമേൻ, വരട്ടെ. അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവമേ ഞാൻ നിന്റെ ദാസനെന്നും നീ ഇസ്രായേലിന്റെ ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ ചെയ്യുന്ന കാര്യങ്ങൾ നീ മുഖാന്തരമാണ് ഞാൻ ചെയ്യുന്നതെന്നും വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. 3 കാര്യമാ അവിടെ ഏലിയാവ് ചോദിക്കുന്നത്. ഈ യാഗപീഠമൊക്കെ ഒന്ന് തീ ഇറങ്ങട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞേ, ഏലിയാവ് പറഞ്ഞേ. എന്താ ഏലിയാവ് പറഞ്ഞേ? ദൈവമേ നീ ദൈവമെന്നും ഇസ്രായേൽ ആരാ? ഈ നിൽക്കുന്ന ഞങ്ങൾ, ഇസ്രായേലിന്റെ ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ കാര്യങ്ങൾ ദൈവമാണ് ചെയ്യിക്കുന്നതെന്നും വെളിപ്പെട്ടു വരട്ടെ. തീ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ വിഷയമൊക്കെ അപ്പൻ അറിയാവുന്നേ, നമ്മുടെ കാര്യമൊക്കെ ദൈവത്തിന് അറിയാമെന്നേ. അവന്റെ മുമ്പിൽ എല്ലാം ഉണ്ട്, അവൻ റെഡിയായിട്ട് നിൽക്കുക. വിശ്വാസത്തോടു കൂടി എന്ന് പ്രാർത്ഥനയൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നടക്കാൻ വേണ്ടി ദൈവം അവിടെ നിന്നോണ്ടിരിക്കുക, അത് ചെയ്യാൻ വേണ്ടി നിന്നോണ്ടിരിക്കുകയാ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്ന് മാറ്റം വരണം. നീ ആരാണ് അത് ജനങ്ങൾ അറിയണം. എങ്ങനെ അറിയും? എൻ്റെ ജീവിതത്തിൽ ചെയ്താൽ നീ ആരാണെന്ന് മറ്റുള്ളവർ അറിയും. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ചാൽ നീ ആരാണെന്ന് ജനങ്ങൾ അറിയും. ഓ, എന്തൊരു വാക്കാ, എന്തൊരു വാക്കാ. എൻ്റെ ദൈവം എത്ര ഭയങ്കരനാ, എൻ്റെ ദൈവം എത്ര വലിയവനാ. എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനം അറിയുമെന്ന്. ആര്? ഇസ്രായേലിന്റെ ദൈവം. ആര്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഏലിയാവ് ആരാണെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് എന്തറിയാം? വ്യക്തമായി അറിയാം. ഏലിയാവിനും ദൈവത്തിനും തമ്മിലുള്ള കണക്ഷൻ, നമ്മുടെ സ്വന്തം ബന്ധം, മിത്രങ്ങൾക്കും നമ്മുടെ ചാർച്ചക്കാർക്കും നമുക്കും ദൈവത്തോടുള്ള ബന്ധം അറിയാമോ? അറിയാമെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ഒരു പക്ഷേ അറിയിക്കുവാൻ ദൈവം തീരുമാനിക്കുക, അറിയിക്കാൻ ദൈവം തീരുമാനിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോടെ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4 നിലകളുണ്ട്, പക്ഷെ 2ാമത്തെ നിലയിൽ വന്നു നിൽക്കുക. എവിടെ? നീ ദൈവമെന്ന് ഈ ജനം അറിയണം, ഞാൻ നിന്റെ ദാസനെന്ന് ഈ ജനം അറിയണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് വെളിപ്പെട്ടു വരണം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ 2 വിഷയങ്ങൾ ദൈവം തീരുമാനിച്ചു. എന്ത്? 3 വിഷയങ്ങൾ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 2 വിഷയങ്ങൾ ദൈവം ആഗ്രഹിക്കുക. ഒന്ന്, ഏലിയാവ് ആരാണെന്ന് കാണിക്കാൻ ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. ഈ ബിൻസി ആരാണെന്ന് കാണിക്കാൻ എൻ്റെ തമ്പുരാൻ വിചാരിച്ചാൽ ആർക്കെങ്കിലും എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഞാൻ എത്ര കുതിച്ചുയർന്നാലും എഴുന്നേൽക്കുന്നതിനൊരു പരിധിയുണ്ട് പ്രിയ ദൈവമക്കളെ. ഞാൻ എത്ര ജമ്പ് ചെയ്താലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ എൻ്റെ തമ്പുരാൻ എന്നെ ഉയർത്തിയാൽ ഒരു ശക്തിക്കും അവിടെ എന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ചെയ്യും.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരാണെന്ന് ദൈവം, ഏലിയാവ് ആരാണെന്ന് കാണിക്കാൻ ദൈവം തീരുമാനിച്ചു. മാത്രമല്ല ഏലിയാവിനെ കാണിക്കുന്ന ദൈവം, ആമേൻ ഹല്ലേലൂയ, ഏലിയാവിന്റെ ദൈവത്തെയും കാണിക്കാൻ തീരുമാനിച്ചു. അത് തന്നെ അങ്ങനെ സംഭവിച്ചു. ആമേൻ. ഒരു വിഷയം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ 38 വായിക്കുന്നു. ഉടനെ ആമേൻ എന്തു ചെയ്തു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഉടനെ പ്രാർത്ഥിച്ച ഉടനെ, അല്പസമയം കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, ഉടനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. എന്തൊക്കെയാ അവിടെ നടക്കുന്നത് നോക്കിയേ. ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, ഹോമയാഗം ദഹിക്കും. 2, വിറക് കത്തിച്ചു കളയും. ആമേൻ. ഹോമയാഗം, വിറക്, സോയിൽ ദഹിപ്പിച്ചു. മണ്ണ് ദഹിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഈ അവസ്ഥ എങ്ങനെ ഇരിക്കുക? നനഞ്ഞിരിക്കുക, വെള്ളം കിടക്കുക. നനഞ്ഞിരിക്കുന്നതിനെക്കാട്ടി വെള്ളം കിടക്കുക ചുറ്റിലും. എവിടുത്തെ മണ്ണിനെയാ ദൈവം ദഹിപ്പിച്ചേ? വിറക്, ഹോമയാഗം, വിറക്, ആമേൻ, മണ്ണ് മുഴുവനും സ്വർഗത്തിലെ ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. അതിന്റെ കൂടെ എന്തൂടെ ചെയ്തു? തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. എൻ്റെ അപ്പന്റെ തീ ഇറങ്ങിയുണ്ടല്ലോ, ഹല്ലേലൂയ. കത്താത്തതും കത്തും, ആമേൻ, ദഹിക്കാത്തതും ദഹിക്കും. ആമേൻ. സംഭവിച്ചു കൂടാത്ത വിഷയങ്ങൾ സംഭവിക്കും. വെള്ളം വറ്റിയ ചരിത്രമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ദൈവത്തിന്റെ തീ ഇറക്കി മണ്ണും കത്തിക്കണമെങ്കിൽ, വെള്ളവും വറ്റിക്കണമെങ്കിൽ, ആ തീയുടെ ശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മൾ പ്രത്യേകിച്ച് ഈ ഹോമയാഗത്തിന്റെ, ആമേൻ ഹല്ലേലൂയ, ഇതിനെ ദഹിപ്പിക്കണേ, ആമേൻ, ഈ വെള്ളത്തെ ദഹിപ്പിക്കണേ, വറ്റിക്കണേ എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാർത്ഥന മതി, എല്ലാം അവസാനിക്കും. ഇത് ആമേൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ചില ബ്ലോക്കുകൾ ആമേൻ പൊട്ടണം എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. ഒരു ബ്ലോക്ക് പൊട്ടിയിട്ട് അടുത്തത് പൊട്ടണം. അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കണമെന്നേ തിരുവചനത്തിൽ അതൊന്നും വെളിപ്പാടുകളില്ല. ഒറ്റ പ്രാർത്ഥന, എല്ലാം പൊട്ടും. മണ്ണും ദഹിക്കും, വിറകും കത്തും, തോട്ടിലെ വെള്ളവും വറ്റും, യാഗപീഠവും ദഹിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അതാ കേട്ടോ. ഓരോന്നിനു വേണ്ടി ഒന്നും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ച് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഒന്നിച്ചു കത്തിപ്പിക്കുന്ന ശക്തിയാണ്. ദൈവം അത് സംഭവിപ്പിക്കും. ഏലിയാവിന്റെ വാക്കുകൾ അത് സംഭവിച്ചു. ഏലിയാവിന്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയിൽ അത് സംഭവിച്ചു. ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ള, വല്ലഭത്വമുള്ള, സമുദ്രത്തെ 2ആയി വിഭാഗിക്കുവാൻ കഴിവുള്ളവൻ, യോർദാനെ ഒന്നിച്ച് ഇടിച്ച്, അല്ലെങ്കിൽ എരിഹോവിനെ ഒന്നിച്ചിടിച്ച് തകർക്കുവാൻ കഴിവുള്ളവൻ, മണ്ണിനെയും ഇഷ്ടികയെയും വേറെ ഒന്നും മാറ്റിയൊന്നും നിർത്തിയില്ല. ഒറ്റ ആമേൻ ഇടി, ഒന്നിച്ചു തകർന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അത്ര ശക്തിയാ, അത്ര പവറാ. അത് വിശ്വാസത്തോടെ നാം അലക്കിയൊന്നും വേണ്ട കേട്ടോ. സ്വർഗത്തിലെ ദൈവം അതൊക്കെ ആരാധനയുടെ ഓരോ ഭാഗങ്ങളാ. പക്ഷേ നമ്മുടെ ഒറ്റ പ്രാർത്ഥന, നീ എൻ്റെ ദൈവം, ഞാൻ അങ്ങയുടെ ദാസൻ. അതാണ് റിലേഷൻഷിപ്പ്. അവിടെയാണ് ഇടിക്കേണ്ടത് ആമേൻ, വറ്റിക്കേണ്ടത് അവിടെ വറ്റപ്പെടും. ആമേൻ. എല്ലാം അവിടെ സംഭവിക്കും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചിലത് സംഭവിച്ചിരിക്കും. വിശ്വാസത്തോടു കൂടി നടക്കുന്ന പ്രാർത്ഥനയിൽ സംഭവിക്കുന്നതാ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാറ്റിനെയും ഒരു നിമിഷം കൊണ്ട് വറ്റിക്കേണ്ടതിനെ വറ്റിച്ച്, ഇടിക്കേണ്ടതിനെ ഇടിച്ച്, ആമേൻ, ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിച്ച്, ദൈവത്തിന്റെ ശക്തി ഇറക്കേണ്ടതിന്മേൽ ശക്തി ഇറക്കി, ഒന്നിച്ച് ദൈവത്തിന്റെ ആത്മാവ് എല്ലാം പ്രവർത്തിക്കുന്ന ഒറ്റ പ്രാർത്ഥന നമ്മിൽ നിന്ന് വെളിപ്പെട്ടാൽ മതി. ഞാൻ നിന്റെ ദാസൻ, നീ എൻ്റെ ദൈവം. ഇവിടെ തമ്പുരാന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ഞാൻ നിന്റെ ദാസനാണെന്നുള്ളത് മറക്കരുതേ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? യേശുവപ്പാ, ഒന്നിച്ച് ചില പ്രവർത്തികൾ വെളിപ്പെടണം. എൻ്റെ ജീവിതത്തിൽ ചില പ്രവർത്തികൾ ഒന്നിച്ച് വെളിപ്പെടണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. സ്വർഗത്തിലെ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി, ഒറ്റ തീ, ആമേൻ, എല്ലാം
ഒറ്റ തീ എല്ലാം, ഒരു വാക്ക് എല്ലാം നടക്കും, എല്ലാം നടക്കും. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. കർത്താവേ, ഞാൻ നിന്റെ ദാസൻ എന്ന് ഓർക്കണമേ.